Hey guys, welcome back to our new video guys. അപ്പോൾ guys എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം guys. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ദുബായ് മെട്രോയിലൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ദുബായ് ബസ്സിൻ്റെ ഒരു വ്ളോഗാണ്. സോ ബസ്സിൽ എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, ബസ് സ്റ്റേഷൻ എങ്ങനെയായിരിക്കും, സോ നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലം പോകാം, ബസ്സിൻ്റെ ഇൻറ്റീരിയൽ എങ്ങനെയായിരിക്കും, സോ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗായിരിക്കും guys. So let's move to the video. അപ്പോൾ ഗൈസ് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ബസ് സ്റ്റേഷനിൽ ബസ്സിൻ്റെ സമയവും അടുത്ത ബസ് എപ്പോൾ വരും. ഇപ്പോൾ മാംസാർ പാർക്ക് എന്ന് പറഞ്ഞ ബസ് നമ്പർ ബേ നമ്പർ 2 കിടപ്പുണ്ട്. അത് എന്താണ് 8 മിനിറ്റിൽ ആ ബസ് പുറപ്പെടും. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫർമേഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്ന ബസ് നിർത്തുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ബേയിൽ നിന്ന് പോകേണ്ട ബസ്സിൻ്റെ, അതായത് ഈ ബേയിൽ നിൽക്കുന്ന ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ബോർഡിൽ കാണുന്നത്. ഇതാണൊരു ഓവറോൾ എന്താണ് ഒരു ബസ് സ്റ്റേഷൻ. ഇത് ബറാഹ ബസ് സ്റ്റേഷനാണ്. സോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാ ബസ്സും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ബേ അനുസരിച്ച് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കേണ്ട ടിക്കറ്റ് മെഷീനാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ച നോൾ കാർഡ് ഇവിടെയാണ് പഞ്ച് ചെയ്ത് നമ്മൾ ഇതിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു ഫ്രണ്ട് സൈഡും ഒരു ഓവറോൾ ലുക്കാണ്. അതാണ് ദുബായ് ബസ്സിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവിടെ എല്ലാ ബസ്സിനും ഒരു ബസ് നമ്പർ ഉണ്ടാവും. ഇത് 8 നമ്പർ ബസ് ഇബിന് ബത്തൂട്ടയിലോടുന്ന ബസ്സാണ്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ ബസ്സിൻ്റെ ഒരു സൈഡ്. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ ബസ്സിലേക്ക് എൻട്രി ആകാൻ പോവുകയാണ്. സോ ഇത് ടാപ്പ് ചെയ്താൽ മതി, ഡോർ ഓപ്പൺ ആവും. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഒരു നോർമൽ ഒരു ബസ്സിൻ്റെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നോൾ കാർഡ് ഇവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. സോ നമ്മുടെ നോൾ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്ത് നമുക്കിതിൽ എൻട്രി ആകാം. സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങളിതിൽ കണ്ടാൽ മനസ്സിലാകും. ഇതിൽ നമ്മുടെ സ്റ്റോപ്പ് ഏതാണ്, ഏത് സ്റ്റോപ്പാണ്, ഈ ബസ് ഏതൊക്കെ സ്റ്റോപ്പിൽ കൂടെയാണ് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ സ്റ്റോപ്പ് എത്തുമ്പോഴും എന്താണ് അനൗൺസ് ചെയ്യും ഏതൊക്കെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെന്ന്. നമുക്കിതിൽ എൻട്രി വരുന്നത് ഫ്രണ്ടിലൊരു എൻട്രി ഉണ്ടാവും, പിന്നെ നടുക്കൊരു എൻട്രി ഉണ്ടാവും, പിന്നെ ഒരു ബാക്കിൽ നമ്മൾ കയറി വന്ന ബാക്ക് സൈഡിൽ എൻട്രി ഉണ്ടാവും. സോ അങ്ങനെ ഇതിൽ മൊത്തം 3 എൻട്രി ഉണ്ടാവും. എല്ലാ എൻട്രി സ്ഥലത്തും ഇതുപോലത്തെ ടാപ്പിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടാവും. സോ ഇത് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്ത് എൻട്രി ആവാൻ. സോ ഇതാണ് ഈ ബസ്സിൻ്റെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്കും അതുപോലെ കുട്ടികളുടെ മറ്റേ ചെയറിൽ നമ്മുടെ ബേബീസിനെ കൊണ്ടുവന്ന് ചെറിയ ചെയർ വെക്കുന്നതിനുള്ളൊരു സ്പേസാണ്. സോ ഈ സ്പേസിൽ കയറുന്ന പ്രത്യേകിച്ച് നമ്മളെന്താണ് ഒരു ടാപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്പേസിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗായ്സ് നമുക്ക് ഈ ബസ് നിർത്തിക്കുന്ന സ്റ്റോപ്പിൽ എൻ്റെ ബസ് 13B ആണ്. അൽക്കൂസിലേക്ക് പോകുന്ന ബസ്സാണ്, അൽക്കൂസേസിൽ പോകുന്ന ബസ്സാണ്. അപ്പോൾ ആ ബസ് ഇനി 6 മിനിറ്റിൽ, ഇപ്പോൾ ഞാനിരിക്കുന്ന ബസ് ഇനി 6 മിനിറ്റിലെടുക്കും. സോ അങ്ങനത്തെ ഇൻഫർടൈൻമെൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലുള്ള ബോഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈനലി നമ്മുടെ ബസ് ഇവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്. ബസ്സിൽ വലുതായിട്ട് ആൾക്കാരില്ല. شارع الملك سلمان بن عبد العزيز آل سعود 1. Next stop is Al Safur Road 1. അപ്പോൾ ഗൈസ് നമ്മളിനിപ്പോൾ ബസ്സിൽ നിന്ന് എക്സിറ്റ് ആവാൻ പോവുകയാണ്. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വന്ന ബസ്സാണ് അതുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ, അതായത് ദുബായ് ബസ് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ ദുബായ് ബസ്സിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്നൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ.